നമസ്കാരം. ഈ ചലച്ചിത്രങ്ങൾ സെൻസർ ചെയ്യുന്ന സെൻസർ ബോർഡിനെ കുറിച്ച് മുമ്പ് ഡോക്ടർ ബിജു ഉണ്ടല്ലോ, സംവിധായകൻ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അതൊരു തമാശയാണ്. അതായത് ഭരണകൂടത്തിൻ്റെ ഇടപെടലിൻ്റെ ചില പ്രത്യേകതകൾ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, യോജിക്കുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. പേരറിയാത്തവർ സെൻസർ ചെയ്യാൻ പോയ സമയത്ത്, സിനിമ അറിയാലോ, സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് പേരറിയാത്തവർ. ആ സിനിമയുടെ സെൻസർ ബോർഡ് സെൻസർ കത്രിക വെക്കാൻ ഇടയായ ഒരു കാര്യം ഡോക്ടർ ബിജു പറഞ്ഞു. സിനിമയിലെ ഒരു വാക്ക്, അതായത് പോലീസ്, ഭരണകൂട മർദ്ദനോപാധിയാണല്ലോ, പോലീസിനെ ഇയാൾ ചീത്ത വിളിക്കുന്നുണ്ട്. ഡാഷ് മോൻ എന്ന ചീത്തയാണ്. ആ ചീത്ത വിളിക്കുന്ന ആ പ്രയോഗം നായിൻ്റെ മോനെ എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ ആ പ്രയോഗം നടത്തുന്ന സമയത്തുള്ള അവിടെ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ആ പ്രയോഗം നമ്മൾ സാധാരണയൊക്കെ കേൾക്കുന്നതാണ്. അങ്ങനെ മ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ സിനിമ പുറത്തിറങ്ങുമല്ലോ, അല്ലെങ്കിൽ അത് മേളകളിലൊക്കെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഈ മ്യൂട്ട് ചെയ്ത സാധനം അതിലും വലിയ വേറെന്തോ തെറിയാണെന്ന് നമ്മൾ കാണുന്ന ആളുകൾ വിചാരിക്കുക. കാരണം ഇത് സാധാരണ വിളിക്കുന്നതാണല്ലോ. പക്ഷേ ആ തെറീനെ മ്യൂട്ട് ചെയ്തപ്പം കേൾക്കുന്ന ആളായിരിക്കും ഇത് അത്ര മോശമായൊരു തെറിയാണ് വിളിച്ചത്, അത് കൊള്ളേണ്ടതാണ്, പോലീസാണല്ലോ, പോലീസ് ഏത് കാലത്തും പോലീസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, കൊള്ളേണ്ടതാണ് എന്നുള്ളൊരു ധാരണയും നമുക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഭരണകൂടം ഇടപെട്ട, സെൻസർ ബോർഡ് വഴി ഇടപെട്ട കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. സമീപ നാളുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയങ്കര സംഭവമാണല്ലോ നമ്മുടെ നാട്ടിലെ. എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഇടപെടും. നരേന്ദ്രമോദി നാട് നീളെ മുസ്ലിങ്ങൾ അത് ഇത്, മുസ്ലിങ്ങൾ വിദ്വേഷ പരാമർശങ്ങൾ, മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നടത്തുന്നത് നമ്മൾ പച്ചക്ക് കാണുകയാണ്. അപ്പോഴൊക്കെ പരാതിയായിട്ട് ഖാർഗെ മുതൽ യെച്ചൂരി വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളും പാർട്ടികളും ഒക്കെ പരാതിയായിട്ട് ഒരു കെട്ട് പരാതി ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് പോലുമില്ല. നരേന്ദ്രമോദിക്കെതിരെയാണെങ്കിൽ മൂപ്പരങ്ങ് മാറ്റി വെക്കുന്നതാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരും മാറ്റി വെക്കുന്ന പറയുന്നത്. അവർക്ക് പേടിയല്ല, എന്നാലും ഒരു ചെറിയ ഭയം, അതുകൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കേട്ടത് ചരിത്രത്തിൽ ഇന്ത്യ കേൾക്കാത്ത വിദ്വേഷ പ്രസംഗങ്ങളാണ് നരേന്ദ്രമോദിയും BJP നേതാക്കളും നടത്തുന്നത്. അതിലൊന്നും ഒരു ഇടപെടലുണ്ടായിട്ടില്ല. BJPൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് എന്തോ ഒരു കത്താറ്റ് അയച്ചിട്ടുണ്ട്. അതുകൂടാതെ വിചിത്രമായ മറ്റൊരു കാര്യം കൂടി നടന്നു. എന്താണെന്നറിയാമോ? ഈ ദൂരദർശനിലും ആകാശവാണിയിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒക്കെ, അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടികളെ, രാജ്യത്തെ മത്സരിക്കുന്ന അംഗീകൃത രാഷ്ട്രീയ, ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കുറച്ച് നേരം പ്രസംഗിക്കാൻ അനുവദിക്കും. അത് അവരുടെ വലിപ്പം അനുസരിച്ചുള്ള സമയവ്യത്യാസമൊക്കെ ആയിരിക്കും, പക്ഷേ എല്ലാവർക്കും അനുവദിക്കും. അപ്പോൾ അങ്ങനെ അനുവദിച്ച സമയത്ത് കേരളത്തിലെ അടക്കമുള്ള CPM-ൻ്റെയും ഫോർവേഡ് ബ്ലോക്കിൻ്റെയും ഒക്കെ ദേശീയ പാർട്ടികളാണല്ലോ ഫോർവേഡ് ബ്ലോക്കും CPI-ഉം. അങ്ങനെ നമ്മുടെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവായ G. ദേവരാജൻ്റെയും പ്രസംഗത്തിലെ ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് മാറ്റി പകരം വാക്ക് വെച്ചിട്ട് പ്രസംഗിച്ചാൽ മതി, നിങ്ങളുടെ പ്രഭാഷണം അങ്ങനെ നമ്മൾ സംപ്രേഷണം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അത്രേ. അത് എയർ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അവർ പരാതിയൊക്കെ കൊടുത്ത് എല്ലാ സാധ്യതകളും ആരാഞ്ഞതിന് ശേഷം ആണ് ഇത് എയർ ചെയ്യുന്നത്. എന്നാൽ അവർ പറയുന്ന 2-3 വാക്കുകൾ ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. ഏത് നാട് നീളം മുസ്ലിം വിരുദ്ധ പ്രസംഗിച്ച് നടക്കുന്ന നരേന്ദ്രമോദിയുടെ നാട്ടിൽ പ്രധാനമന്ത്രിക്കെതിരായ പരാതികൾ കെട്ടുകണക്കിന് അവിടെ പൊട്ടിച്ചു പോലും നോക്കാതെ, ചെറിയ ഭയം കൊണ്ടാണെന്നൊക്കെയാണ് ശത്രുക്കൾ പറയുന്നത് കേട്ടോ. അവർക്ക് ഭയമൊന്നുമില്ല, അവർക്ക് ചെറിയൊരു പേടിയാണെന്നും ചില ആളുകൾ പറയുന്നു. എന്തായാലും അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചിന്തയിലാണ് ഇവർ നൽകുന്ന ചില പ്രയോഗങ്ങൾ രാജ്യത്ത് ഭയങ്കര കലാപമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് അറിയേണ്ട വാക്കുകൾ: വർഗീയ സർക്കാർ, സ്വേച്ഛാധിപത്യ ഭരണം, കാടൻ നിയമങ്ങൾ, മുസ്ലിം. ഈ വാക്കുകൾ, അതായത് പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിം എന്ന മതത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടിയാണല്ലോ, അത് പറ്റില്ല. മുസ്ലിം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. അങ്ങനെ യെച്ചൂരിയും ദേവരാജനും അതൊക്കെ കട്ട് ചെയ്ത് പകരം മറ്റ് ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടാണ് പ്രസംഗിച്ചത് എന്നാണ് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത. ഇത് സംബന്ധിച്ച് അസ്വാഭാവികത ഇല്ല എന്നാണ് പ്രസാർ ഭാരതിയുടെ വിശദീകരണം. അതൊക്കെ സാധാരണയാണ് എന്നുള്ളതാണ്. അവരോട് നരേന്ദ്രമോദിയുടെ കാര്യം ചോദിക്കരുത്, അത് അവർക്ക് ചെറിയൊരു ഭയം എന്ന് ശത്രുക്കൾ പറയുന്ന സംഭവം അവർക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർ പറയുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തെയും പരമാധികാരത്തെയും ഉത്ഗ്രഥനത്തെയും ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകളാണ് അത് എന്നാണ് ആ വാക്കുകൾ എന്നാണ് പറയുന്നത്. അശ്ലീലവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ടത്രേ. അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഇവർ ഇതൊക്കെ ഒഴിവാക്കുന്നതെന്നാണ് പറയുന്നത്. യെച്ചൂരി പറയുന്നത് ഹിന്ദി പ്രസംഗത്തിൽ ഇതൊന്നും ഒഴിവാക്കാൻ പറഞ്ഞില്ല. അത് ഹിന്ദി അവർക്ക് മനസ്സിലാവാനായിട്ടാണോ, ദേശീയ ഭാഷ ഹിന്ദി ആയതുകൊണ്ട് അയ്യോ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് തൊടാത്തോണ്ടാണോ എന്നറിയില്ല. എന്തായാലും യെച്ചൂരി പറയുന്നത് ഇംഗ്ലീഷ് പ്രസംഗത്തിലാണ് ഇത്തരം വാക്കുകൾ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടത്. എന്നാൽ ഇത് സംബന്ധിച്ച പരാതി താൻ നൽകിയെങ്കിലും ഈ പരാതി പരിഗണിച്ചില്ല. അത് ശരിയായ തീരുമാനമാണെന്ന് പറഞ്ഞ് അവരുടെ നിർദ്ദേശം നടപ്പാക്കി
ഒഴിവാക്കുകയാണ് ചെയ്തത്. ജി ദേവരാജൻ പറയുന്നത് തൻ്റെ മുസ്ലിം എന്ന് പറയുന്ന വാക്ക് നിർബന്ധമായി മാറ്റണമെന്ന് തൻ്റെ പ്രസംഗത്തിൽ നിന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ രാജ്യത്താകെ പ്രശ്നം ഉണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞ ഉത്ഗ്രഥനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഒഴിവാക്കിയെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഉത്ഗ്രഥനത്തെ ബാധിക്കാത്ത ചില പ്രസ്താവനകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ പലതവണ കേട്ടതാണ്, നമ്മൾ തന്നെ വീഡിയോകളിലേക്ക് ഉൾപ്പെടുത്തിയതാണ്. പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. ഉത്ഗ്രഥനത്തെയും രാജ്യത്തിൻ്റെ അസ്വസ്ഥത ഒന്നും പടർത്തുകയും ചെയ്യാത്ത വളരെ സ്വസ്ഥമായി രാജ്യജീവിതം മുന്നോട്ട് പോവുകയും മതസൗഹാർദ്ദത്തിൻ്റെയും വ്യക്തമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ചില പ്രസ്താവനകൾ എല്ലാം നരേന്ദ്രമോദി നടത്തിയതാണ് കേട്ടോ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആകാശവാണിയൊക്കെ പ്രത്യേകമായി, ദൂരദർശനമൊക്കെ പ്രത്യേകമായി ആൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നിർദ്ദേശിക്കുന്നുണ്ടാവണം, അങ്ങനെ ആലോചിക്കുന്നുണ്ടാവണം. അതൊക്കെ നടക്കുമായിരിക്കും. എന്തായാലും രാജ്യത്തിൻ്റെ ഉത്ഗ്രഥനത്തെയും മുന്നോട്ട് പോക്കിനെയും പുരോഗമനാത്മകതയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഒന്നാമത് ഏറ്റവും ഒടുവിൽ നാസിക്കിൽ മിനിയാന്ന് നടത്തിയ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിൻ്റെ ബജറ്റിൽ 15% വിഹിതം മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബജറ്റുകൾ വേണമെന്നാണ് അവരുടെ ആഗ്രഹം. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് UPA സർക്കാർ നിലപാടെടുത്തിരുന്നു. കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ OBC സംവരണം കവർന്ന് മുസ്ലിങ്ങൾക്ക് നൽകും. ഒറ്റ ന്യൂനപക്ഷമേ കോൺഗ്രസിന് മുന്നിലുള്ളൂ. അത് അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്കാണ് എന്നാണ് നാസിക്കിലെ പ്രസംഗം. അതിലത്തെ മുസ്ലിം എന്നുള്ള പ്രയോഗങ്ങളൊക്കെ രാജ്യത്ത് ഉത്ഗ്രഥനം സാധ്യമാക്കുന്നത് എന്നായിരിക്കാം ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. ഏപ്രിൽ 22 അലിഗഡിൽ ഉത്തർപ്രദേശിൽ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. നിങ്ങളുടെ താലിമാല വരെ കോൺഗ്രസ് പിടിച്ചെടുത്ത് വീതം വെച്ച് അവർക്ക് നൽകും. എല്ലാവരുടെയും സ്വത്തും വരുമാനവും ഓഡിറ്റ് ചെയ്യുമെന്ന് കോൺഗ്രസിൻ്റെ രാജകുമാരൻ പറയുന്നു. വീടും വാഹനവും സ്വർണവും ഒക്കെ പിടിച്ചെടുക്കും. അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കെട്ടുതാലി വരെ പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അത് ദേശീയോത്ഗ്രഥനത്തിന് ആധികാരികമായ ശക്തി പകരുന്ന ഒരു പ്രസംഗമായതുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പ്രത്യേകമായി അവാർഡ് നൽകി ആദരിക്കുന്നതാണ്. ഇനി ഏപ്രിൽ 30 ബാഗൽകോട്ട് കർണാടകയിൽ നടത്തിയ പ്രസംഗം. OBCകൾക്കൊപ്പം എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി കോൺഗ്രസ് കർണാടകയിൽ പിൻവാതിലിലൂടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുകയാണ്. നിങ്ങളുടെ ഭാവി തലമുറകളെ നശിപ്പിക്കുന്ന അപകടകരമായ കളി അതാണ് കോൺഗ്രസ് നടത്തുന്നത്. സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന മാറ്റിമറിക്കും എന്നാണ് മോദി പറഞ്ഞത്. അതിനകത്ത് വിദ്വേഷവും വിഭാഗീയതയും ഒന്നല്ല, ഉത്ഗ്രഥനത്തിനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. മെയ് 1 ഗുജറാത്തിലെ ബനാസ്കാണ്ടയിൽ നടത്തിയ പ്രസംഗം. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ല എന്ന് എഴുതിത്തരാൻ ധൈര്യമുണ്ടോ കോൺഗ്രസ്സിന് എന്നാണ് ചോദ്യം. അതിലെ മുസ്ലിം എന്ന് പറയുന്നത് രാജ്യത്ത് ഉത്ഗ്രഥനം സാധ്യമാക്കുന്ന പുരോഗമനാത്മകമായ ശക്തി പകരുന്ന പ്രസ്താവനയായിട്ട് നൽകി മൂപ്പർക്കൊരു അവാർഡ് എന്തായാലും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. മെയ് 4 ചായ്ബാസ ജാർഖണ്ഡിൽ നടത്തിയ പ്രസംഗം. പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യുമെന്ന് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തുന്നു. മോദിക്കെതിരെ ജിഹാദ് ചെയ്യാൻ കോൺഗ്രസ് ചിലരോട് ആവശ്യപ്പെടുന്നു. ഒരു പ്രത്യേക മതത്തിലുള്ളവരോട് മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് അഭ്യർത്ഥിക്കുന്നു. കോൺഗ്രസ് എങ്ങോട്ടാണ് കൂപ്പുകുത്തുന്നത്? വോട്ട് ജിഹാദ് അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ ഇത് അനുവദിക്കാമോ എന്ന് പറഞ്ഞു. അവിടെ വോട്ട് ജിഹാദൊക്കെ രാജ്യത്തെ ഉത്ഗ്രഥനം സാധ്യമാക്കുന്നതാണ്. രാജ്യത്തെ മൊത്തത്തിൽ ജനാധിപത്യ മതേതരത്വത്തിന് ശക്തി പകരുന്നതാണ്. മൂപ്പർക്ക് വേറെ ജനാധിപത്യ മതേതരൻ എന്നൊരു അവാർഡ് കൂടി നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുകയാണ്. മെയ് 7 ഥർ മധ്യപ്രദേശ് അവിടെ നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്. കായിക മേഖലയിൽ മതാടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ക്രിക്കറ്റ് ടീമിൽ ആര് വേണമെന്നും വേണ്ടെന്നും കോൺഗ്രസ് തീരുമാനിക്കും. ആരൊക്കെ ഇന്ത്യയിൽ ക്രിക്കറ്റ് ടീമിൽ തുടരണ്ട, ആർക്ക് നൽകണം, ഏത് മതക്കാർക്ക് നൽകണമെന്നൊക്കെ കോൺഗ്രസ് തീരുമാനിക്കും. അതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ആ ഒറ്റ ഉദ്ദേശത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്ഗ്രഥനത്തിനും മതേതരത്വത്തിനുമൊക്കെ വളം നൽകുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇനി ആയിക്കോട്ടെ വെച്ചിട്ട് ഒറ്റ പരാതി പോലും ഇതുവരെ പരിഗണിക്കാനോ നിർദ്ദേശം നൽകാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്ദേശശുദ്ധി തയ്യാറായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് വർഗീയ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്യും. സ്വേച്ഛാധിപത്യ ഭരണമാണ് കേന്ദ്രത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യും. കാടൻ നിയമങ്ങളാണ് പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ. ഏതാ നമ്മുടെ മതാടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി മതത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമത്തെക്കുറിച്ച് ഒക്കെ ആയിരിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യും. മുസ്ലിം എന്ന് പ്രയോഗിച്ചാൽ മുസ്ലിം ഒഴികെയുള്ള മതങ്ങൾക്ക് പൗരത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കട്ട് ചെയ്യും. കാരണം ഇതൊക്കെ ദേശീയോത്ഗ്രഥനത്തിൻ്റെ ഭീഷണിയാണ്. ഇല്ലെങ്കിൽ ഈ യെച്ചൂരിയൊക്കെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? രാജ്യത്ത് ദേശീയോത്ഗ്രഥനത്തിന് ഭീഷണിയാവുന്ന പരിപാടിയാണ് നടത്തുന്നത്. ഖാർഗെ മുതൽ രാഹുൽ ഗാന്ധി മുതൽ യെച്ചൂരി മുതൽ ദേവരാജൻ വരെ ഈ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ ഒരു അതിരില്ലേ?
നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കൂ, മുസ്ലിങ്ങളാണ് ഇവിടുത്തെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം എന്ന് നമ്മൾ പ്രസംഗിക്കണം. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടാതിരിക്കുന്ന ഭാഗം. അങ്ങനെ നിങ്ങൾ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടില്ല. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ യെച്ചൂരിനെ പോലെ തീരെ മതേതരനല്ലാത്ത, മതേതരത്വമൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഗാർഗയും യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും രാജനൊക്കെ ഇനിയും പ്രസംഗമൊക്കെ വെട്ടേണ്ടി വരും. നമ്മുടെ നാട്ടിലെ മതേതരനാവണമെങ്കിൽ നരേന്ദ്രമോദിയെ നമ്മൾ മാതൃകയാക്കിയേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നോക്കൂ, എന്ത് ഭംഗിയാണ്. മുസ്ലിങ്ങൾ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ന മട്ടിലൊരു പ്രസംഗമില്ല. അതൊക്കെ നല്ല രാജ്യത്തും മതേതരത്വം ഉൾക്കൊള്ളുന്ന, ജനമനസാക്ഷിയെ ഉണർത്തുന്ന, ഉത്ഗ്രഥനം സാധ്യമാക്കുന്ന പ്രസംഗങ്ങളാണ്. ഇത് ഉത്ഗ്രഥനമൊന്നും സാധ്യമാക്കാത്ത ഈ സീതാറാം യെച്ചൂരിമാരൊക്കെ തിരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ എന്തെന്ന് ചെയ്യാനാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം ചെയ്യണം, ഇനി അവരൊന്നും പ്രസംഗിക്കാൻ പോലും വിടരുത്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊന്നും പറ്റില്ല. അവരെയൊക്കെ പറ്റിയാൽ വായി മൂടിക്കെട്ടി ഏതെങ്കിലും റൂമിൽ തള്ളണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പ്രതിപക്ഷത്തെ നേതാക്കളെ മുഴുവൻ തള്ളണം. എന്നിട്ട് മോദിനെ കൊണ്ട് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിപ്പിക്കുന്ന വിധത്തിൽ ഭയങ്കരമായിട്ട് ഇനിയും പ്രസംഗിപ്പിക്കണം. എന്നിട്ട് ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രസംഗിക്കണം. ആരെങ്കിലും 400 രൂപയ്ക്ക് ഗ്യാസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം 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 എന്ന് പറയണം. അത് കഴിഞ്ഞ് ആരെങ്കിലും 40 രൂപയ്ക്ക് പെട്രോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം 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 എന്ന് പറയണം. ലേശം ഇത്, ലേശം മറ്റേത്, അതങ്ങ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ 15 ലക്ഷം ഉറുപ്യ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. അതതിനകത്ത് ഓരോന്ന് ഫിക്സ് ചെയ്തിട്ടാൽ മതി. അപ്പം നമുക്ക് ഈ മത, സാമുദായികം, ജനാധിപത്യം, മതേതരത്വം ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. രാജ്യത്തിൻ്റെ ഖ്യാതി ലോകത്തുടനീളം വർദ്ധിപ്പിച്ച് കൊണ്ടുനടക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് നരേന്ദ്രമോദി എന്ന് നമ്മുടെ ലോകത്തിന് മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യം നന്നാവുക. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരോത്തരം വളരട്ടെ. നമ്മുടെ രാജ്യം ഉത്തരോത്തരം എങ്ങോട്ട് പോകുമെന്ന് കണ്ടറിയാം. നന്ദി, നമസ്കാരം.